തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തെറി, പക്ഷെ ഒത്തിരി കൂടിയതൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ വിളിച്ചേക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അംഗം മട്ടഹാസ സിനിമയുടെ ഡയറക്ടർ സുജിത് എസ് നായരാണ്. വിളിച്ചിരിക്കുന്നത് അശ്വന്ത് ഗോഖിനെയാണ്. അംഗം മട്ടഹാസ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം സിനിമയെ വ്ളോഗർമാര് അല്ലെ സിനിമാ നിരൂപണം നടത്തുന്നവര് എന്താ പറയാ, ആ സിനിമയെ തകർത്തു, അതായത് സിനിമയുടെ കഥ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വന്നു. അതിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്നത് അശ്വന്ത് ഗോഖിനെയൊക്കെ ആയിരുന്നു കുറ്റം പറഞ്ഞിരുന്നത്. അശ്വന്ത് ഗോഖ് കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്തത്. അല്ല, കാശ് വാങ്ങിച്ചില്ല, കാശ് ചോദിച്ചു. അങ്ങനെ പല പല കോൺട്രവേഴ്സീസ് ഇതിന്റെ ഇടയ്ക്ക് നടന്നു. അതിന്റെ ഇടയ്ക്ക് ന്യൂസ് 18 സിനിമയുടെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ സിനിമയിലെ നായകനുമായ മാധവ് സുരേഷ് വന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നു, ആ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതിനെല്ലാം മറുപടിയായിട്ട് അശ്വന്ത് ഗോഖിന്റെ വക മാട്ടത്തെറി. ഒരു ദിവസം രാത്രി പുള്ളി സിനിമയുടെ നിർമ്മാതാവിനെയും സംവിധായകനെയും അതുപോലെ തന്നെ സിനിമയിലെ നായകനെയും തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം പോയി പഠിച്ചിട്ട് പാടാ, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ മാധവ് സുരേഷിനെ പറഞ്ഞു, പ്രൊഡ്യൂസറിനെ ഒരു രീതി പറഞ്ഞു, സംവിധായകന് ഒരു രീതി പറഞ്ഞു. അങ്ങനെ മൊത്തത്തിലാകെ അട്ടപടലം തെറിയോട് തെറി. അതിനുശേഷം ഈ സംവിധായകന്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇതാ വന്നിരിക്കുന്നു പുള്ളിയുടെ വക റെസ്പോൺസ്. അശ്വന്ത് ഗോഖിനെ തെറി. നമുക്കൊന്ന് കാണാം. നീ ഈ പട്ടിത്തീട്ടം തിന്നല്ലേ, ഇതിനെക്കാട്ടി നീ വല്ല കൂലിപ്പണിക്കുമ്പോ നിന്നെ എന്തായാലും ഇനി അധ്യാപകനൊന്നും ആരും ആക്കത്തില്ല. അതാണോടാ പരമനാറി. നിന്റെ ഫ്രണ്ട് സർക്കിൾ വെച്ചിട്ടാണോ നിന്റെ റിവ്യൂ തീരുമാനിക്കുന്നത്? ബ്ലോഗർ പട്ടി, നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണോടാ. സിനിമയെ കുറിച്ച് റിവ്യൂ പറയില്ല, എനിക്ക് 5000 രൂപ മതി എന്ന് പറഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസറുടെ കണ്ണുനീര് നീ ആയുധമാക്കി. എടാ കോക്കല്ല കോപ്പേ, എടാ പരമനാറി, എടാ ബ്ലോഗർ പട്ടി. നമസ്കാരം, എന്റെ പേര് സുജിത് എസ് നായർ. ഞാൻ അംഗം മട്ടഹാസം എന്ന സിനിമയുടെ സംവിധായകനാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയും എയറിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അശ്വന്ത് ഗോഖ് ഉൾപ്പെടെയുള്ള 2-3 വ്ളോഗർമാര് സീൻ ബൈ സീന് കഥ പറഞ്ഞ് പടത്തെ നശിപ്പിക്കുകയും. കണ്ടല്ലോ, ഇതെല്ലാം അശ്വന്ത് ഗോഖിനെ മാത്രമാണ് ഉന്നം വെച്ച് വിളിച്ചിരിക്കുന്നത്. കാരണം അശ്വന്ത് ഗോഖ് ആണ്. അതിനുശേഷം അശ്വന്ത് ഗോഖിന് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇദ്ദേഹം പണം മേടിച്ചാണ് റിവ്യൂ ചെയ്യുന്നതെന്നുള്ള രീതിയിലാക്കി തീർത്തതിന്റെ പ്രതികാരം. അതായത് അദ്ദേഹത്തിന് ഇമോഷൻസ് ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് ചെയ്തു. അതായത് നല്ല രീതിയിൽ തെറി പറഞ്ഞു, നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു, പച്ചയ്ക്ക് വെല്ലുവിളികളും വരെ നടത്തി. ഇപ്പോഴാണ് ഈ സിനിമയുടെ സംവിധായകനായ സുജിത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം വന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പച്ചത്തെറി. അപ്പം ഒന്നാമത്തെ കാര്യം, എത്ര നല്ല റിവ്യൂവേഴ്സ് ഒരു പടം മോശമാണെന്ന് പറഞ്ഞാലും ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സിനിമയ്ക്ക് ആള് കയറും. വോക്ക് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് ഇറങ്ങുന്നവരുടെ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന കാണാം. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു അഭിപ്രായം കിട്ടും. നമുക്കൊരു ഏകദേശം ഒരു സിനിമയുടെ ഒരു എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു 10 പേരുടെ അഭിപ്രായം എടുത്താൽ അതിനകത്ത് 8 പേരും കൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ. പക്ഷെ റിവ്യൂവേഴ്സ് മോശമാണ് പറയുന്നതെങ്കിലും അത് കഥയുണ്ടാകത്തില്ല. കാരണം സിനിമ കയറിപ്പോവും. സ്റ്റാർ വാല്യൂ ഉള്ള മൂവീസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത മൂവീസ് പൊട്ടിത്തകരാനായിട്ട് ഈ റിവ്യൂവേഴ്സ് മതി. അത് വേറൊരു കാര്യം. അപ്പം എന്തായാലും സുജിത് എസ് നായർ എന്ന് പറയുന്ന സംവിധായകന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു. ഒരു കൊറിയൻ പടം എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് പണ്ട് മക്ബൂൽ സൽമാനുമായിട്ട് ചെയ്തിരുന്ന ഒരു സിനിമയാണ്. സിനിമ വിജയമായിരുന്നില്ല. പിന്നെ ചെയ്തിരുന്ന സിനിമയുടെ പേര് വാക്കെന്നോ മറ്റോ ആണ് സിനിമയുടെ പേര്. അതും സക്സസ്ഫുൾ ആയതായിട്ട് തോന്നില്ല. അതിൽ സുരാജ് വെഞ്ഞാറമൂടൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം ഒരു മൂവിയും കൂടെ ഉണ്ട്, പക്ഷെ അതിന്റെ പേര് ഞാൻ ഓർമ്മയിൽ ഇല്ല. പക്ഷെ അതിനുശേഷമാണ് ഈ അംഗം മട്ടഹാസം വന്നത്. അംഗം മട്ടഹാസം സിനിമ ഇറങ്ങിയതിന് ശേഷം പ്രേക്ഷകരുടെ പ്രതികരണം, അതായത് ഈ റിവ്യൂവേഴ്സിന്റെ പ്രതികരണം അവിടെ നിൽക്കട്ടെ, പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ ആ സിനിമയെക്കുറിച്ച് ഒരു എന്താ പറയുക, അത്ര സൂപ്പർ പടം എന്നുള്ള രീതി അല്ല വന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം, പ്രേക്ഷകരുടെ പ്രതികരണം ഒരു ആവറേജ് അല്ലെങ്കിൽ അതിൽ താഴെയാണെന്നുള്ള രീതി വന്ന് രണ്ടാമത് റിവ്യൂവേഴ്സിന്റെ ഭാഗം കൊട്ടും കൂടെ കിട്ടിക്കഴിയുമ്പോൾ പരിപാടി തീരുവാണ്. അങ്ങനെ ആ സിനിമ ഏകദേശം 4.5 കോടി രൂപ മുടക്കി ചെയ്ത പടമാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ സിനിമ വിജയമായിരുന്നില്ല. സിനിമ പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിൽ നിന്ന് വാഷ് ഔട്ടായി പോയി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പം സുജിത്തിന്റെ വക തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഠിനമായ സംഗതികളിലേക്ക് പോയിട്ടില്ലെങ്കിലും നമ്മൾ പണ്ട് വിളിച്ചിരുന്ന ചെറിയ ക്ലാസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്ന ആ കൊച്ചു സാധനങ്ങൾ ഇച്ചിരി എന്താ പറയുക, നല്ല ബാസിൽ അങ്ങ് വിളിച്ചിരിക്കുകയാണ്. എന്തായാലും ബാക്കി എന്താ പുള്ളി പറഞ്ഞതെന്നും കൂടെ കേൾക്കാം.
ണെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ കൊടുത്താൽ അയാൾ അത്യാവശ്യം മോശമല്ലാത്ത നല്ല സിനിമയാണെങ്കിൽ പോലും നല്ല റിവ്യൂ പറയാം. പിന്നെ 1 ലക്ഷം രൂപ കൊടുത്താൽ റിവ്യൂ പറയില്ല. സാറേ എന്തെങ്കിലും സാധ്യത ഉണ്ട്? അപ്പൊ ഞാൻ അവരടുത്ത് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയാണ് ഇതിന്റെ പൈസ ഞങ്ങളെ തന്നാൽ ഞങ്ങൾക്ക് ഒരു ചെറിയ കമ്മീഷൻ ഉണ്ട്, ഒരു 10,000 രൂപ കിട്ടും, ബാക്കി ഒരു 95,000 രൂപ 95,000 അവർക്ക് പുള്ളിക്ക് കൊടുക്കണം. അത് ഡയറക്റ്റ് ആണ്, വേറെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ഇതെന്നോട് പറഞ്ഞതാണ്. ഇതേ നീ വർഷങ്ങൾക്ക് മുന്നേ 5,000 രൂപയ്ക്ക് നല്ല റിവ്യൂ കൊടുക്കണമെങ്കിൽ 5,000 റിവ്യൂ പറയാതെ ഇരിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് നീ റിവ്യൂ പറയാതെ ഇരിക്കണമെങ്കിൽ 5,000 രൂപ തന്നാൽ മതി, ഞാൻ റിവ്യൂ പറയാതെ ഇരിക്കാം, മോശം സിനിമയാണെങ്കിൽ. ഇത് കംപ്ലീറ്റ്ലി അശ്വന്ത് ഗോക്കിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അമർഷം മുഴുവൻ അശ്വന്തിന്റെ പെട്ടയ്ക്ക് വെച്ചു കൊടുക്കുന്നതാണ്. അശ്വന്ത് കുറച്ച് കഠിനമായ ഭാഷയൊക്കെയാണ് ഉപയോഗിച്ചത്. പക്ഷേ എന്നിരുന്നാലും ഇതിപ്പോ തിരിച്ച് സംവിധായകന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്, കാരണം അദ്ദേഹം ഒരു സംവിധായകൻ എന്ന് പറയുമ്പം അദ്ദേഹം കൂടെ എഴുതിയിരിക്കുന്ന, അദ്ദേഹം കൂടെ എഴുത്തിൽ ഭാഗമായിരിക്കുന്ന സിനിമയാണ്, അദ്ദേഹത്തിന്റെ വർഷങ്ങളുടെ പ്രയത്നമാണ്, പ്ലസ് സംവിധാന സംരംഭം, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സിനിമ വിജയമാകാതെ പോവുകയും, ഒന്നാമത്തെ കാര്യം മാനസികമായിട്ട് തകർന്നു പോകും. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ അതിന്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടാതെ തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് വാഷ് ഔട്ട് ആകുമ്പം മൈൻഡ് ഔട്ട് ആവും. രണ്ടാമത് ഇങ്ങനെയുള്ള റിവ്യൂവേഴ്സിന്റെ വകയുള്ള കൊട്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും സിനിമ മൊത്തത്തിൽ ഡൗൺ ആയി പോയി എന്ന് കാണുമ്പോൾ സംവിധായകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരു പൊട്ടും, വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ കോൺട്രവേഴ്സി. ഈ ന്യൂസ് 18 ചാനലിൽ പോയിരുന്നു അവരുടെ ഇന്റർവ്യൂസ് കൊടുക്കുന്നു, സിനിമയെ തകർക്കാൻ റിവ്യൂവേഴ്സ് ശ്രമിക്കുന്നു, പ്രത്യേകിച്ച് അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് തകർക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പം ഇതെല്ലാം കേട്ടതിന് ശേഷം ഹാലിളകി അശ്വന്ത് ഗോക്കിന്റെ വക മടമടാന്ന് തെറി ചീത്ത. അശ്വന്ത് ഗോക്ക് ആ ഫ്രസ്ട്രേഷൻ ഫുൾ ഒറ്റ രാത്രി കൊണ്ട് അങ്ങോട്ട് തീർത്തു. ആ വീഡിയോ വ്യൂ ചെയ്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പം ആ ഒരു അശ്വന്ത് ഗോക്കിനെയാണ് ഇപ്പൊ രണ്ടാമത് സിനിമയുടെ സംവിധായകൻ വന്നിട്ട് പറയുന്നത്. സിനിമ എന്താ പറയുന്നത്, സിനിമാക്കാരെല്ലാം പട്ടികളെന്ന് വിളിക്കുകയാണെങ്കിൽ അതിന്റെ അംശം പറ്റുന്ന, അതായത് ആ സിനിമയെ വെച്ച് റിവ്യൂ ചെയ്ത് കാശുണ്ടാക്കുന്ന അശ്വന്തിനെ പട്ടിത്തീട്ടം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ പറയാനാണെങ്കിൽ ഒരു സിനിമ എന്ന് പറയുമ്പം അത് അത്യാവശ്യം, ഈ സിനിമ എന്ന് പറയുന്ന സാധനം, പ്രൊമോഷൻ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്തോ ആട്ടെ, ഒരു സിനിമയെക്കുറിച്ച് ഒരാൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരിക്കലും ഒരു സംവിധായകന് പറ്റില്ല. കാരണം നമ്മളെല്ലാവരും സിനിമ കാണുന്നതാണ്, അതിന് അഭിപ്രായങ്ങൾ പറയുന്നതാണ്. അതിപ്പം അശ്വന്ത് ഗോക്ക് ആയാലും, അതുപോലെ തന്നെ ഉണ്ണി വ്ലോഗ്സ് ആയാലും, സീക്രട്ട് ഏജന്റ് ആയാലും, പിന്നെ ഈ എന്റർടൈൻമെന്റ് കിഴി എന്ന് പറയുന്ന ടീമുണ്ട്, റീലോഡ് മീഡിയ ഉണ്ട്, അങ്ങനെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറെ റിവ്യൂവേഴ്സ് എല്ലാം ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് സിനിമ കണ്ടതിന് ശേഷം, ലെൻസ്മെന്റെ കാര്യം പറഞ്ഞു, ലെൻസ്മെൻ ഒക്കെ അത്യാവശ്യം സിനിമ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് നിരൂപണം നടത്തുന്നതാണ്. അതിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ പറയത്തില്ലേ, ഓരോ അരിമണിയും പെറുക്കി അതിൻ്റെ അകത്തെ നല്ലതും ചീത്തയും തരം തിരിച്ചു പറയുന്ന വ്യക്തികളൊക്കെയാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പം അശ്വന്തിന്റെ കുറച്ച് ഡിഫറെന്റ് ആണ്. അശ്വന്ത് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഖണ്ഡം പൂട്ടം വെട്ടി തൂരക്കളയും, അത് വേറൊരു കാര്യം. അതിൻ്റെ അകത്തെ ഒരു നല്ല വശം ചില സമയങ്ങളിൽ പുള്ളി പറയാറുണ്ട്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അദ്ദേഹം ഇട്ടിരിക്കുന്നത്, സിനിമ ഫസ്റ്റ് ഹാഫ് കിടക്ക സാധനം എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് അതിന്റെ ഗ്രാഫ് താഴോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റേ സിനിമയെ അങ്ങനെയല്ല, കണ്ടം പൊണ്ടം വെട്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ എന്താ പറയുന്നത്, ഒരു സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പം അതിനെതിരെയാണ് ഇപ്പം ആ ഒരു നിർമ്മാതാവും നായകനും വന്നിരുന്ന് ചാനൽ ചർച്ച നടത്തുകയും അതിനുശേഷം അശ്വന്തിന് ഹാലിളകുകയും വീണ്ടും ഇപ്പൊ അശ്വന്തിനെതിരെ സംവിധായകൻ വരികയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും അവിടെ ഇവിടെ അടിയെല്ലാം പൊട്ടുന്ന സാഹചര്യത്തിൽ മറ്റൊരു ചാനലിൽ, എനിക്കൊന്ന് ന്യൂസ് 18 തന്നെയാണ് കണ്ടത്, ഈ സിനിമകൾക്കൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് പലരും പൈസ വാങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അത് പൈസ വാങ്ങിയിട്ടാണ് പ്രൊമോട്ട്, ശരിയാണ്, പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ചാനലുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ചിലർ പൈസ ഡിമാൻഡ് ചെയ്യും, ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പം വേറൊരു വശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ സിനിമയുടെ PR വർക്ക് ഏറ്റെടുക്കുന്നവർ ഈ അശ്വന്ത് ഗോക്കിനെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള റിവ്യൂവേഴ്സിനെ അവർ ഫോണിൽ വിളിക്കും, ഡയറക്റ്റ് ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കും. ഇന്ന പോലെ അവർ കണ്ടിരിക്കുന്ന സിനിമയുടെ ഔട്ട് അത്ര സക്സസ് ആകുന്ന ഒരു ഔട്ട് അല്ല എന്നുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് പറയും, ഇന്ന പോലെ ഒരു 2 ദിവസം കാത്തിട്ട് റിവ്യൂ പറയുമോ എന്നുള്ള രീതി. ചെറിയ പടങ്ങളൊക്കെ ആണെങ്കിൽ അവർ ചെയ്തു കൊടുക്കും, കാരണം ആ സിനിമയ്ക്ക് ഒരു ബ്രീത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം
സിനിമ മോശമാണെങ്കിൽ പോലും 10 പേര് കണ്ട് അതിന്റെ ഒരു വരുമാനം കിട്ടാൻ വേണ്ട, അതിന് ശേഷം ഇവര് റിവ്യൂ പറയും. പക്ഷെ സ്റ്റാർ കാസ്റ്റുള്ള മൂവീസിലാണെങ്കിൽ നടപടി ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ പല പല അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അംഗം അട്ടഹാസം എന്ന സിനിമയിൽ ശേഷം ഉണ്ടായിട്ടുള്ള അംഗത്തിന് പൂട്ട് വീണിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം വെട്ടി അവസാനം എന്താവുന്നറിയില്ല. ഏതായാലും സിനിമ ഇനി കാണണമെങ്കിൽ തിയേറ്ററിൽ കാണാത്തൊരു സാഹചര്യത്തിൽ ഇനിയിപ്പം അത് OTT വന്നതിന് ശേഷം, ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല മൂവി, OTT വന്നതിന് ശേഷമാണ് സാധാരണ മൂവി നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും. ചില സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ടാലും എന്താ പറയാ, OTT വന്നതിന് ശേഷം അതിനെ അത്യാവശ്യം മഹത്വവൽക്കരിക്കപ്പെടുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല മൂവിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്നത് പോലെ ആൾക്കാരെ പ്രശംസിക്കും, അല്ലെങ്കിൽ കണ്ടം വെട്ടിക്കളയും.